തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പൊതുവെ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കാൻ ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗെയിൻ ഷെവീദ്. പൊതുവെ കേരളത്തിൽ മഴ പെയ്യുന്നുണ്ട്. കോട്ടയത്തൊക്കെ ഒരു വീടിടിഞ്ഞ് പ്രശ്നമുണ്ടായി. അപ്പോൾ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ മറ്റ് ജില്ലകളിൽ? ഇന്നലെ ഉച്ച മുതൽ കാര്യമായ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. അതായത് മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഈ മാസം 17 വരെ ഇതേ ശക്തിയിൽ മഴ തുടരാനുള്ള സാധ്യത അത് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുമാണ് മഴ ശക്തമാകാനുള്ള കാരണം. എന്നാൽ വടക്കൻ ജില്ലകളിൽ താരതമ്യേന മഴ കുറയാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ഇടിമിന്നൽ അത് കാര്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഇന്നലെ. അത് അക്കാര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്നും നാളെയും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മഴയെ തുടർന്നുണ്ടാകുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ, അത് ഇടിമിന്നൽ, അതേപോലെ തന്നെ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടം, ഇക്കാര്യത്തിലൊക്കെ പൊതുജനങ്ങൾ വലിയ ജാഗ്രത പാലിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.